കൽപ്പാത്തിയിൽ വൻ ഭക്തജന തിരക്കാണ്. ആയിരങ്ങളാണ് കൽപ്പാത്തിയിലേക്ക് ഒഴുകിയെത്തുന്നത്. അഗ്രഹാര വീഥികൾ മുഴുവൻ ഭക്തജനങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. ആചാരപ്പെരുമയിൽ ദേവരഥ സംഗമം അല്പസമയത്തിനകം നടക്കും. ആ ദേവരഥ സംഗമത്തിനായി ഭക്തർ കാത്തിരിക്കുകയാണ്. ഒരു മനുഷ്യജന്മത്തിലെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഭയഭക്തി ബഹുമാനത്തോടെ ഭക്തർ ദേവനെ തൊഴുകയാണ്. കൽപ്പാത്തിയിൽ ഭഗവാനെ ഭക്തരുടെ അടുത്തെത്തിക്കാനുള്ള ആവേശത്തിൽ നൂറുകണക്കിന് പേരാണ് ദേവന്റെ തേര് വലിക്കാൻ അവിടെ എത്തിയത്. രുദ്രാഭിഷേകം, യാഗശാല പൂജ തുടങ്ങി നിരവധി ചടങ്ങുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. നാദസ്വരത്തോടെ പുഷ്പപല്ലക്കിൽ ഗ്രാമപ്രദക്ഷിണം കഴിയുന്നതോടെയാണ് ഈ സുന്ദര കാഴ്ചയ്ക്ക് സമാപനമാവുക. ഇപ്പോഴിതാ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും, ഒരു പൂഴി വാരിയിട്ടാൽ പോലും കാണാൻ പറ്റാത്ത വിധത്തിൽ അഗ്രഹാര വീഥികൾ ഭക്തജനങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. കൽപ്പാത്തിയിലെ പ്രധാനപ്പെട്ട 4 ക്ഷേത്രങ്ങളിൽ നിന്നും എത്തുന്ന രഥങ്ങളാണ് വിശാലാക്ഷി ക്ഷേത്രത്തിന് സമീപമുള്ള തെരുവിൽ ഒന്നിച്ചു ചേരുക. പിന്നീട് എല്ലാം ചേർന്ന് വലിയ സംഘമായി മുന്നോട്ട് പോവുകയാണ്. പ്രധാന രഥത്തിൽ ശിവനും ചെറിയ രഥങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പുത്രന്മാരും എഴുന്നള്ളുന്നു എന്നാണ് കൽപ്പാത്തിയിലെ വിശ്വാസം. മനോഹരമായി അലങ്കരിച്ച 6 രഥങ്ങളാണ് രഥോത്സവത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണം. അതാണിപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3 രഥങ്ങൾ വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഉള്ളതാണ്. വിശ്വനാഥനും വിശാലാക്ഷിക്കും ആദ്യ രഥവും, 2ാം രഥം ഗണപതിക്കും, 3ാം രഥം സുബ്രഹ്മണ്യനുമാണ് സമർപ്പിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള 3 രഥങ്ങൾ അടുത്തടുത്തുള്ള ക്ഷേത്രങ്ങളായ മന്തക്കര മഹാഗണപതി ക്ഷേത്രം, പഴയ കൽപ്പാത്തിയിലെ ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രം, ചതപുരം മഹാഗണപതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നുള്ളതാണ്. രഥോത്സവത്തിന് കൊടിയേറി 5ാം തിരുനാളായ ഇന്നാണ് ഈ അർദ്ധരാത്രിയോടുകൂടിയുള്ള ദേവരഥ സംഗമം കണ്ടു തൊഴുന്നത്. അതിനായാണ് ലക്ഷക്കണക്കിന് ആളുകൾ അങ്ങോട്ടേക്ക് എത്തിയത്. ഇത്തരത്തിലുള്ള ഈ ദേവരഥ സംഗമം കണ്ടു തൊഴുന്നത് ശ്രേഷ്ഠവും പുണ്യവുമെന്നാണ് ആളുകളുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് വർഷത്തിലൊരിക്കലുണ്ടാക്കുന്ന ഈ ഒരു മഹാകാഴ്ച കാണാൻ, ഈ ദേവരഥ സംഗമം കാണാൻ ഇങ്ങോട്ടേക്ക് കൽപ്പാത്തിയിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നത്. ആ കാഴ്ച തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നോക്കൂ, എന്ത് സുന്ദരമായ കാഴ്ചയല്ലേ! അത്രമാത്രം മനോഹരമായ കാഴ്ചയ്ക്കാണിപ്പോൾ നമ്മൾ സാക്ഷിയാകുന്നത്. പൂർണ്ണമായും ലൈറ്റുകളാൽ അലങ്കരിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചയ്ക്കാണ് പാലക്കാട് സാക്ഷിയാകുന്നത്. തത്സമയമാണ് പ്രേക്ഷകർ കാണുന്നത്. കേരളത്തിൻ്റെ നെല്ലറയായ പാലക്കാടിൻ്റെ ഉത്സവകാലം തുടങ്ങുന്നത് ഈ കൽപ്പാത്തി രഥോത്സവത്തോടു കൂടിയാണ് എന്ന് തന്നെ പറയാം. അത്രമാത്രം പേരും പ്രശസ്തിയുമുള്ള തൃശ്ശൂർ പൂരത്തിന് സമാനമായി പാലക്കാടുകാർ കാണുന്ന പൂരം തന്നെയാണ് കൽപ്പാത്തിയിൽ നടക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കേരളീയ കാർഷിക സംസ്കൃതിയുടെ പെരുമറിയിക്കുന്ന കരിയും കരിമരുന്ന് പ്രയോഗവും കാളവേലയും കുതിരവേലയും മാറ്റിയേകുന്ന വള്ളുവനാടൻ പൂരങ്ങളും വേലകളിൽ നിന്നും വ്യത്യസ്തമായ കാഴ്ചകളാണ് കൽപ്പാത്തി രഥോത്സവത്തിൽ ഉള്ളത് എന്ന് തന്നെ പറയാം. CB അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, അത്രമേൽ നിറഞ്ഞു നിൽക്കുന്ന ജനസാഗരം, എല്ലാവരും കാത്തിരിക്കുന്നത് ആ ദേവരഥ സംഗമത്തിനായി അല്ലേ? ഭവ്യ, ഇരുട്ട് വീണതോടെ അഗ്രഹാരത്തിന്റെ തെരുവോരങ്ങളെല്ലാം തന്നെ വർണ്ണദീപങ്ങളാൽ അലങ്കൃതമായിരിക്കുന്നു. വർണ്ണദീപങ്ങൾ നിറഞ്ഞിരിക്കുന്നു. പല നിറങ്ങളിലുള്ള ദീപങ്ങൾ, പല തരത്തിലുള്ള വെളിച്ചം. അങ്ങനെ ആ വെളിച്ചത്തിനിടയിലൂടെ ഒഴുകുന്ന ഒരു വലിയ പ്രവാഹമായി ജനങ്ങളും, വലിയൊരു ജനപ്രവാഹം. നമ്മൾ ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഒരു വലിയ നദി ഈ അഗ്രഹാര തെരുവിലൂടെ ഒഴുകുന്നത് പോലെ തോന്നും. അത്രമാത്രം ജനങ്ങളാണ് ഈ ഒരു കാഴ്ച കാണാൻ, ഈ ഒരു നിമിഷത്തിന് വേണ്ടി ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വിശാലാക്ഷി സമേതനായ വിശ്വനാഥന്റെ മുൻപിലാണ്. അവിടെ രഥങ്ങൾ നിറഞ്ഞിരിക്കുന്നു. അവിടെ 4 രഥങ്ങൾ ഇതാ നിറഞ്ഞിരിക്കുന്നു. 4 രഥങ്ങൾ അവിടെ ഒരുങ്ങിയിരിക്കുന്നു. വിശ്വനാഥ ക്ഷേത്രത്തിലെ 3 രഥങ്ങളും അതുപോലെ തന്നെ പ്രസന്നഗണപതി ക്ഷേത്രത്തിലെ രഥവും, നേരെ മറുവശത്ത് മന്തക്കാട് മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നും വരുന്ന ലക്ഷ്മി നാരായണ പെരുമാളിന്റെ രഥവും ഇവിടേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ രഥങ്ങളെല്ലാം രഥസംഗമമാണ് ഇവിടെ കാണുന്നത്. വലിയ തിരക്ക്. ഒരു തിരമാല വരുമ്പോൾ നമ്മളൊക്കെ തീരത്തേക്ക് അടിയുന്നത് പോലെ ഈ ഒരു രഥത്തിന്റെ ഒഴുക്കിനൊപ്പം ജനങ്ങളും
തീരത്തേക്ക് തിരമാല പോലെ അടിച്ചു കയറുന്ന തിരക്കാണ് അനുഭവപ്പെടുന്നത്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇതുവരെ ഉണ്ടായ എല്ലാ വർഷവും രഥോത്സവത്തിന് ആളുകൾ എത്തുമെങ്കിലും ഇക്കുറി അഭൂതപൂർവമായ തിരക്കാണെന്നാണ് ഇവിടുത്തുകാരൊക്കെ പറയുന്നത്. അതിന് ഇന്ന് അവധിയാണ്, ഞായറാഴ്ചയാണ്. അതിനപ്പുറം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി രഥോത്സവത്തിന് കിട്ടുന്ന ഒരു പ്രാമുഖ്യം, അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആവട്ടെ മറ്റ് പ്രചാരണ മാർഗങ്ങളിലൂടെ ആവട്ടെ, അതൊക്കെ തന്നെ രഥോത്സവത്തെ അതിന്റെ ഒരു ഗരിമയിലേക്ക്, അതിന്റെ ഒരു പ്രൗഢിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാനാകുന്നത്. ഏറ്റവും പ്രധാനമായത് ഈ ഒരു നിമിഷമാണ്. ഇവിടെ ഈ ഒരു സമയം അത് കടന്നു പോകുന്നത് അറിയുന്നില്ല ഇവിടെ നിൽക്കുമ്പോൾ എന്ന് തന്നെ വേണം പറയാം. ഓരോ രഥങ്ങളും കാണാം അത്രമേൽ മനോഹരമാക്കി അലങ്കരിച്ചുകൊണ്ട് ഓരോ തരത്തിലുള്ള അലങ്കാരങ്ങൾ, ദീപങ്ങൾ, വർണ്ണ മാലകൾ, പുഷ്പങ്ങൾ, അങ്ങനെ ഓരോ രഥങ്ങളെയും വേറിട്ട് നിർത്തുന്നത് അതിന്റെ നിർമ്മാണ ശൈലിയിലും ഉള്ള അടയാളങ്ങൾ തന്നെയാണ്. ഏറ്റവും ഉയർന്ന രഥം അത് ശിവന്റെയും പാർവതിയുടെയും പ്രതിഷ്ഠ വഹിക്കുന്ന വലിയ ഉയർന്ന രഥങ്ങൾ, ഒപ്പം ഉപദേവതകളായിട്ടുള്ള അവരുടെ ശിവപാർവതി സങ്കല്പത്തിലുള്ള പുത്രസങ്കല്പത്തിലുള്ള ഗണപതിയുടെയും മുരുകന്റെയും പ്രതിഷ്ഠകളുള്ള അല്ലെങ്കിൽ വിഗ്രഹങ്ങളിലുള്ള രഥങ്ങൾ, ലക്ഷ്മി നാരായണ സങ്കല്പം, അതായത് മഹാവിഷ്ണു ലക്ഷ്മി സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠ വഹിക്കുന്ന രഥങ്ങൾ. അങ്ങനെ ഈ ഒരു അഗ്രഹാരത്തിന്റെ തെരുവുകളിൽ വിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ ആരാധനാ ദേവതകൾ അവരെ കാണുവാൻ എഴുന്നള്ളുന്ന ഒരു സമയമാണ്. അവരെ ഈ അഗ്രഹാരത്തിന്റെ ഓരോ ഇടത്തേക്കും കൊണ്ടുപോകുവാൻ, അവരുടെ രഥങ്ങൾ വലിക്കുവാൻ വിശ്വാസികൾ ഇവിടെ തിരക്ക് കൂട്ടുന്നു. അവരുടെ പ്രാർത്ഥനയായി, അവരുടെ ഒരു വഴിപാടായി അവരത് നടത്തുന്നു. ഇവിടെ കാഴ്ച കാണാൻ എത്തിയവർ ഇതൊരു അത്ഭുതകരമായ കാഴ്ചയായി കാണുന്നു. ഇത് നേരത്തെ ഭവ്യ സൂചിപ്പിച്ചതുപോലെ വള്ളുവനാടിന്റെയും അതുപോലെ തന്നെ തിരുവിതാംകൂറിന്റെയും മലബാറിന്റെയും ഒക്കെ ഉത്സവങ്ങൾക്കൊക്കെ അവരുടേതായ അടയാളപ്പെടുത്തലുകളുണ്ട്, അതിൻ്റെതായ ശൈലികളുണ്ട്. അതിൽ നിന്നെല്ലാം വിഭിന്നമാണ് പാലക്കാട് കൽപ്പാത്തിയിലെ ഈ രഥോത്സവം. അതുകൊണ്ട് തന്നെ ഇത് കേട്ടറിഞ്ഞവർ അത് കണ്ടറിയാൻ വരുന്നു, ഒരിക്കൽ കണ്ടവർ വീണ്ടും കാണാൻ വരുന്നു, വീണ്ടും കണ്ട് മനസ്സിലാക്കുവാൻ വരുന്നു, അതിന്റെ ചരിത്രം അറിയാൻ വരുന്നു, ഐതിഹ്യങ്ങൾ മനസ്സിലാക്കാൻ വരുന്നു. അങ്ങനെ ഓരോ തവണയും എത്തുന്നവർക്ക് ഓരോ തരത്തിലുള്ള ലക്ഷ്യങ്ങളായിരിക്കും. എന്തു തന്നെയാണെങ്കിലും ഈ ഒരു രഥോത്സവം എന്തുകൊണ്ട് ഇത്രമാത്രം ജനകീയമായി എന്നുള്ളതിന്റെ ഉത്തരം പലർക്കും പലതാകാം. എന്തു തന്നെയാണെങ്കിലും അത് ഒരു തൃശ്ശൂർ പൂരത്തിന് സമാനമായ അന്തരീക്ഷം ഇവിടെ തീർക്കുന്നു എന്നത് മാത്രമാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പങ്കുവെക്കാനാകുന്നത്. അത്രമേൽ തിരക്കേറിയ ഒരിടത്ത്, അത്രമേൽ ആൾക്കൂട്ടത്തിനിടയിൽ അവരിൽ ഒരാളായി ഈ ഒരു ഉത്സവത്തെ നമ്മൾ അറിയുകയാണ്, അനുഭവിക്കുകയാണ്. എന്തൊരു മനോഹരമായ കാഴ്ചയാണ്. ഇരുട്ട് വീണതോടെ അഗ്രഹാരത്തിന്റെ ഇരുവശങ്ങളിലും സ്ഥാപിച്ച വെളിച്ചമെല്ലാം തന്നെ പ്രകാശിക്കുന്നു. അതിനിടയിലൂടെ രഥങ്ങൾ ഇതാ സഞ്ചരിക്കുന്നു. വർണ്ണാലങ്കൃതമായ, പുഷ്പാലങ്കൃതമായ, ദീപാലങ്കൃതമായ മനോഹരങ്ങളായ അലങ്കാരങ്ങളെ കൊണ്ട് ഏറ്റവും ഭംഗിയാക്കുന്ന വിധത്തിൽ ഓരോ ക്ഷേത്രത്തിലെയും രഥങ്ങൾ അണിയിച്ചൊരുക്കുകയാണ് വിശ്വാസികൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു മത്സരം തന്നെ ഈ രഥങ്ങൾ ഒരുക്കുന്നതിലും അതിന്റെ രഥോത്സവത്തിലും നടക്കുന്നു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അത്രമേൽ ചരിത്രവുമായി ഇഴ ചേർന്ന് കിടക്കുകയാണ് ഈ രഥോത്സവം. തമിഴ് സംസ്കൃതിയുടെ ഭാഗമായ, നമ്മുടെയൊക്കെ തന്നെ മലയാളത്തിന്റെയും തായ്വേര് വരുന്നത് തമിഴ്നാട്ടിൽ നിന്നായതുകൊണ്ട് തന്നെ തമിഴ് സംസ്കൃതിയുടെ ഭാഗമായിട്ടുള്ള ഈ ആഘോഷങ്ങളും നമ്മളെ സംബന്ധിച്ച് അത്ര അപരിചിതമല്ല. പക്ഷേ പാലക്കാടുകാർക്ക് ഇത് അപരിചിതമല്ലാത്ത ഒരു സാഹചര്യം, മറ്റുള്ളവർക്ക് കേട്ടറിവും മാത്രമുള്ള ഒരു കാര്യം കൂടിയാണ് രഥോത്സവം. എന്താണെങ്കിലും തമിഴ്, മലയാളം, സംസ്കൃതികളുടെ, സംസ്കാരങ്ങളുടെ ഒരു സംഗമസ്ഥാനം കൂടിയാവുകയാണ് കൽപ്പാത്തിയിലെ ഈ അഗ്രഹാര തെരുവ് രഥോത്സവ നാളുകളിൽ. ഭവ്യ, കൽപ്പാത്തിയിൽ ദേവരഥ സംഗമത്തിനായുള്ള കാത്തിരിപ്പാണ്. സന്ധ്യയായതോടുകൂടി ഇനി കുറച്ച് നിമിഷത്തെ കാത്തിരിപ്പാണ്. നമുക്ക് തത്സമയത്തിലേക്കൊന്ന് പോയി വരാം.